ഒരു പ്രകാശമുള്ള ഭക്ഷണ ഫാക്ടറിയിൽ പുലർച്ചയിൽ റോബോട്ടുകൾ ജോലി ആരംഭിക്കുന്നു. മൂളി മുന്നേറുന്നു, ഗിയറുകൾ തിരിയുന്നു, വിളക്കുകൾ പ്രകാശിക്കുന്നു. ഗോഗിയും ചിനുവും സന്തോഷത്തോടെ അകത്തേക്ക് കടക്കുന്നു. എവിടെയും റോബോട്ടുകൾ, ചിനു സന്തോഷത്തോടെ പറയുന്നു. അവർ നിനക്കും എനിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കൺവെയർ ബെൽറ്റുകളിൽ ഘടകങ്ങൾ സഞ്ചരിക്കുന്നു. പച്ചക്കറികളും ഭക്ഷണ വസ്തുക്കളും ഒപ്പം നീങ്ങുന്നു. റോബോട്ടുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് വേർതിരിക്കുന്നു. സെൻസറുകൾ അവരെ എല്ലായിടത്തും നയിക്കുന്നു. ഞാനും ഒരു റോബോട്ട് ആകാമല്ലോ, ചിനു പുഞ്ചിരിക്കുന്നു. ഗോഗി അവരുടെ സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ വിശദീകരിക്കുന്നു. ബീപ്പ് ബീപ്പ് റോബോട്ടുകൾ മുഴുവൻ ദിവസം ജോലി ചെയ്യുന്നു. ഭക്ഷണം വഴിയിലൂടെ നീങ്ങുന്നു. ക്ലാങ്ക് ബസ് ശബ്ദങ്ങൾ ഫാക്ടറിയിൽ മുഴങ്ങുന്നു. ടീം വർക്ക് എല്ലായിടത്തും നടക്കുന്നു. പാചക മുറിയിൽ മിക്സറുകൾ കറങ്ങുന്നു. റോബോട്ട് കൈകൾ ഒഴിക്കുകയും കലർക്കുകയും ചെയ്യുന്നു. സ്കാനറുകൾ ഓരോ സ്നാക്കും പ്രകാശത്തോടെ പരിശോധിക്കുന്നു. എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുന്നു. ഗുണനിലവാരം ഭക്ഷണം സുരക്ഷിതമാക്കുന്നു. ഗോഗി പറയുന്നു. ചിനു അത്ഭുതത്തോടെ കാണുന്നു. ക്ലീനിംഗ് റോബോട്ടുകൾ സ്ലൈഡ് ചെയ്ത് വൃത്തിയാക്കുന്നു. ഡെലിവറി ബോട്ടുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നു. തിളങ്ങുന്ന നിലങ്ങളും പാക്കേജുകളും നീങ്ങുന്നു. ഭക്ഷണം അടുത്തിടത്ത് പുറത്തു പോകുന്നു. ബീപ്പ് ബൂപ്പ് ശബ്ദങ്ങൾ വായുവിൽ നിറയുന്നു. മനുഷ്യരും റോബോട്ടുകളും ഒരു കൂട്ടായി പ്രവർത്തിക്കുന്നു. വലിയതും ചെറുതുമായി സ്മാർട്ടായി പ്രവർത്തിക്കുന്നു. സാങ്കേതിക വിദ്യ അവരെ എല്ലാവരെയും സഹായിക്കുന്നു. ഫാക്ടറിയുടെ ദിവസം അവസാനിക്കുമ്പോൾ എല്ലാ ജോലി കഴിഞ്ഞും റോബോട്ടുകൾ വിശ്രമിക്കുന്നു. ഗോഗി പുഞ്ചിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഏറെ പഠിച്ചു. ചിനു വിട പറയുന്നു. അവർ പോകുമ്പോൾ ബീപ്പ് ബൂപ്പ് റോബോട്ടുകൾ ഉടൻ കാണാം. മറ്റൊരു പഠനപരമായി വൈകുന്നേരം